അങ്ങനെ ബിസിനസ് ലോകത്ത് ചോദ്യം ചെയ്യാനാവാത്ത ശക്തിയായി CKC എന്റർപ്രൈസസ് മാറുന്നു. കെട്ടിപ്പൊക്കി ഒരു ചീട്ട് കൊട്ടാരം. എന്നിട്ടോ നിങ്ങളുടെ കഴിവില്ലായ്മ കൊണ്ട് മാത്രം അത് തകർന്ന് തരിപ്പണമായി നിലം പരിശായി മുന്നിൽ കിടക്കുന്നു. ശരിക്കും നിങ്ങളുടെ മുഖത്ത് നോക്കുമ്പോഴേ പുച്ഛം തോന്നുന്നു CKC. ആരാ ഈ നിധി? അവക്ക് എന്ത് വിലയുണ്ട്? ആ പീറ പെണ്ണിന് മുന്നിലല്ലേ നിങ്ങൾ തോറ്റ് തുന്നം പാടിക്കൊണ്ടിരിക്കുന്നത്? നാളെ എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന് നിങ്ങൾക്കറിയോ? നാളെ നിധി അത് ചെയ്യും. പ്രണവിനെ മാത്രമല്ല, പവിത്രനെ അവൾ കൊണ്ടുവന്ന് ജഡ്ജിയുടെ മുന്നിൽ നിർത്തിക്കൊടുക്കും. ഇരയായ പ്രണവ് മണി പോലെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയ പവിത്രന്റെ മൊഴി അവൻ കാര്യങ്ങൾ തെളിച്ചങ്ങ് പറയും. ഗൗതം നിരപരാധിയാണെന്ന്. ഗൗതം മനസാ വാചാ കർമ്മണ അറിഞ്ഞ കാര്യങ്ങളല്ല ആ തട്ടിക്കൊണ്ടു പോകലെന്ന് പവിത്രൻ കോടതി പറയും. നിധിയും പവിത്രനും ചേർന്ന് പ്രണവിനെ ബ്രെയിൻ വാഷ് ചെയ്ത് എടുത്താലുണ്ടല്ലോ, CKC കളി അങ്ങ് മാറും. ജീവിതകാലം മുഴുവൻ നിങ്ങൾക്ക് ജയിലഴിക്കുള്ളിൽ കിടക്കാൻ പറ്റുന്ന ഒരു ശിക്ഷ വാങ്ങിത്തരാൻ പറ്റും നിധിക്ക്. തനിച്ചായിരിക്കില്ല ജയിലിലേക്ക് പോകുന്നത്, ഈ ഞാനും പോകേണ്ടി വരും. എന്നെ കൂടി കൊടുക്കാനുള്ള വഴിയല്ലേ നിങ്ങൾ ഒപ്പിച്ചു വെച്ചിരിക്കുന്നത്? എനിക്കൊരു സംശയമില്ല, നിധി അത് ചെയ്യും. നീ ഒന്ന് സമാധാനപ്പെട്. അവരെ കോടതിയിൽ എത്തിക്കാതിരിക്കാൻ എന്താ വേണ്ടെന്ന് വെച്ചാൽ ചെയ്യാൻ നമുക്ക്. നിങ്ങൾ ഇനി ഒരു കുന്തോ ചെയ്യണ്ട. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. നീ ആരെ ജ്യോതി വിളിക്കാൻ പോകുന്നത്? പറഞ്ഞിട്ട് വിളിക്കേ. CKC എന്ന ആണിനേക്കാൾ മിടുക്ക് വസുന്ധര എന്ന പെണ്ണിനുണ്ട്. നിങ്ങളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യം ഞാൻ വസുന്ധരയെ ഏൽപ്പിച്ചിരുന്നെങ്കിൽ അവൾ ഇതിലും ഭംഗിയായി ചെയ്തു തന്നേനെ. എന്തിന്? ശിവാനിയോട് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞ് അവൾക്കൊരു വിഹിതം ഓഫർ ചെയ്തിരുന്നെങ്കിൽ അവൾ നിങ്ങളെക്കാൾ മിടുക്ക് കാണിച്ചേനെ. കയ്യിലിരുന്നൊരു വജ്രായുധം കൊണ്ട് ശത്രുവിന്റെ കൈ കൊടുത്തിട്ട് നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ? മതി, തൃപ്തിയായി. ഇനി കാര്യങ്ങൾ പെണ്ണുങ്ങൾ നോക്കിക്കോളും. നമസ്കാരം മിസസ് CK ചന്ദ്രബോസ്. നിധി ഗൗതം ഗോപിനാഥ് എന്ന ഒരു നിസ്സാര പെണ്ണിന്റെ മുൻപിൽ തോറ്റ് തുന്നം പാടി CK ചന്ദ്രബോസ് എന്ന അതികായൻ തിരികെ അങ്ങ് എത്തിക്കാണും. പവിത്രനെയും പ്രണവിനെയും CKCയുടെ കസ്റ്റഡിയിൽ നിന്നും ഞാൻ എങ്ങനെ രക്ഷപ്പെടുത്തിയെന്നറിയാൻ ഒരാകാംക്ഷ കാണും മാഡത്തിന്. അതാണ് നിധിയുടെ ജാലവിദ്യ. നിധി, പവിത്രനെയും പ്രണവിനെയും രക്ഷപ്പെടുത്തി നീ നിന്റെ കസ്റ്റഡി വെച്ചു എന്ന് കരുതി ഉലകം മുഴുവൻ നിന്റെ കാൽച്ചുവട്ടിലാണെന്നാണോ നീ കരുതിയിരിക്കുന്നേ? ഗൗതമിനെ ജയിലിൽ നിന്ന് പുറത്തിറക്കണമെങ്കിൽ നീ ഇനി ഒരു 100 ജന്മം കൂടി ജനിക്കേണ്ടി വരും. അതൊരു വലിയ കാലാവധിയായി പോയല്ലോ മാഡം. ഇനി ഒരു 100 ജന്മം ജനിച്ചതിന് ശേഷം വന്ന് ഗൗതമിനെ ജയിലിൽ നിന്ന് ഇറക്കുക എന്നൊക്കെ പറഞ്ഞ പ്രാക്ടിക്കലി അതങ്ങോട്ട് വർക്കാവൂന്ന് തോന്നുന്നില്ല. ഇതെന്താ മാഡം ഒരു ലോജിക് ഇല്ലാതെ സംസാരിക്കുന്നത്? പ്രണവിനെ ഞാൻ രക്ഷപ്പെടുത്തിയെന്ന് അറിഞ്ഞതോടെ റിലേ കട്ടായി പോയോ? ഗൗതമിനെ ജയിലിൽ അടയ്ക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചത് പ്രണവ് എന്ന ആയുധമാണ്. ആ ആയുധം ഇപ്പൊ എന്റെ കയ്യിലാണ് ജ്യോതിർമയി. നാളെ നേരം പുലർന്ന് കോടതി കൂടുമ്പോ പ്രണവ് തൊഴുകൈയോടെ ജഡ്ജിക്ക് മുൻപിലെത്തും. എന്നിട്ട് മണി പോലെ ഒരക്ഷരം തെറ്റാതെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അപ്പടി വർണ്ണിക്കും പ്രണവ്. പിന്നെ എന്താണെന്ന് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ ജ്യോതിർമയ്ക്ക്. സ്വപ്നങ്ങൾ കാണാം. നല്ല സ്വപ്നങ്ങളാണെങ്കിൽ അതോർത്ത് ഉണർന്നു എണീക്കുമ്പോ സന്തോഷിക്കാവാം. പക്ഷെ ആ സ്വപ്നങ്ങളൊക്കെയും യാഥാർത്ഥ്യമാവണമെന്ന് വാശി പിടിക്കാൻ പാടില്ല നിധി.
പ്രണവെന്ന് പറയുന്നത് വെറും ഒരു യന്ത്ര മനുഷ്യനാണ്. അവൻ പ്രവർത്തിക്കുന്ന തലച്ചോറ് എന്റെ വീട്ടിൽ എന്റെ കസ്റ്റഡിയിലാ. ശിവാനി പറയുന്നതിലപ്പുറം ഒരു വാക്ക് പോലും പ്രണവ് കോടതിയിൽ പറയില്ല. നാളെ പ്രണവിന്റെ വായിൽ നിന്ന് വീഴുന്ന മൊഴിമുത്തുകൾ കേട്ട് ജഡ്ജി ഒരു വിധി പറയും. ഒരു ജീവപര്യന്തം. നിന്റെ മുന്നിൽ കൂടി ഗൗതമിനെ വീണ്ടും ജയിലിലേക്ക് കൊണ്ടുപോകും. അതും സെൻട്രൽ ജയിലിലേക്ക്. ആ, നേരത്തെ ജ്യോതിർമായി പറഞ്ഞത് ഞാൻ തിരിച്ചു പറയുവാ. സ്വപ്നങ്ങൾ കാണാം, അതോർത്ത് സന്തോഷിക്കുകയും ചെയ്യും. പക്ഷേ ഇന്നത്തെ ദിവസം ഇരുട്ടി നാളെ നേരം വെളുക്കുമ്പോ അത് യാഥാർത്ഥ്യമാകുമെന്നോർത്ത് സന്തോഷിക്കണ്ട. ഇന്നത്തെ ഒരു ദിവസം വിജയമെന്ന് പറയുന്ന ഒരു സാധനം ഒന്ന് രുചി നോക്കാൻ പോലും കിട്ടാത്ത ഭാവത്തിൽ മാറിയിട്ട് പോലും ഇതുപോലെ വെല്ലുവിളിക്കാൻ എങ്ങനെ മനസ്സ് വരുന്നു നിങ്ങൾക്ക്? ഇപ്പൊ പ്രണവിന്റെ മാനസികാവസ്ഥ എന്താണെന്നറിയോ? ശിവാനി, ജ്യോതിർമയി, CKC നിങ്ങളെ 3 പേരെയും ചേർത്ത് ഒരു കഷായം ഉണ്ടാക്കി കൊടുത്ത ഒറ്റ വലിക്ക് മൂക്കി പിടിക്കാതെ അവൻ അകത്താക്കും. കൊന്നു തിന്നാനുള്ള ദേഷ്യമാണ് അവന്റെ ഉള്ളില്. നാളെ കേസ് കേൾക്കാൻ ജ്യോതിർമയും വരണം. ഒപ്പം ഭർത്താവിനെയും ആ ശിവാനിയും കൂട്ടാൻ മറക്കണ്ട. വിധി പറഞ്ഞു കഴിഞ്ഞ് ആർക്കൊക്കെ തിരികെ വീട്ടിൽ പോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് അവിടെ വെച്ച് കാണാം. പൊണ്ടാട്ടിയുടെയും ഭർത്താവിന്റെയും ജാതകം എഴുതിയത് ഒരു നല്ല ജ്യോത്സ്യരാണെങ്കിൽ അതെടുത്തൊന്ന് വായിച്ചു നോക്ക്. ഈ ദിവസത്തിന് ശേഷം കാരാഗ്രഹവാസം വിധിച്ചിട്ടുണ്ടോ എന്ന്. ആ, ഇന്ന് രാത്രി ആഘോഷങ്ങൾക്ക് ഒരു കുറവും വരുത്തരുത്. നല്ല ഭക്ഷണം ഉണ്ടാക്കണം. നിങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും ഇഷ്ടമുള്ള കാര്യങ്ങൾ തന്നെ സംസാരിക്കണം. ഇഷ്ടമുള്ളത് മാത്രം പ്രവർത്തിക്കണം. കാരണം ഇനി ഇതുപോലെ ഒരു ദിവസം 14 വർഷങ്ങൾക്ക് ശേഷമേ കിട്ടാൻ സാധ്യതയുള്ളൂ. അപ്പോ നമുക്ക് നാളെ കോടതിയിൽ വെച്ച് കാണാം. വെക്കട്ടെ? വസുന്ധരയെ വിളിക്കാൻ പോയിട്ട് ഫോൺ എടുത്തത് നിധിയാണല്ലേ? ഓ, വലിയ ബുദ്ധിമാൻ. അത് കണ്ടുപിടിച്ചു കളഞ്ഞല്ലോ. എല്ലാം കൈവിട്ടു പോയ ലക്ഷണമാ. കാരണക്കാരൻ നിങ്ങൾ ഒറ്റ ഒരുത്തനാ. നിങ്ങളുടെ പിടിപ്പുകേട്. നാളെ പ്രണവ് കോടതിയുടെ കൂട്ടിക്കേറിയെന്ന് 2 പേരുകൾ പറയും. CK ചന്ദ്രബോസും ജ്യോതിർമയി. പ്രതികൾ കുറ്റക്കാർ. പ്രണവിനെ തട്ടിക്കൊണ്ടുപോയി ഗൗതമിന് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ ഗൂഢാലോചന നടത്തിയവർ. ഇത്രയും ദിവസം നിരപരാധിയായ ഗൗതമിനെ ജയിലിൽ കിടത്തിയവർ. പ്രണവിനെ തടങ്കലിലിട്ട് പീഡിപ്പിച്ചവർ. ആ മൊഴി കൊടുക്കുന്നത് പ്രണവായിരിക്കും.